പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാറാട് മറച്ചുവയ്ക്കപ്പെട്ട സത്യങ്ങൾ എന്ന പേരിൽ മതം, വർഗീയത, തീവ്രവാദം തുടങ്ങിയ വിഷയങ്ങളെല്ലാം സംബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട ഈ സെമിനാർ ഇതിനോടകം തന്നെ ഏറെ കാലികമായ പ്രസക്തിയുള്ള ഈ വിഷയത്തെ സംബന്ധിച്ച് അതിന്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചെല്ലാം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ടാണ് തുടങ്ങിയ സമയത്ത് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാതെ പോയത് എന്ന് അറിയിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. മാറാടിനെ സംബന്ധിച്ച് ഒരു വിഷയത്തെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ വളരെ ശക്തമായ ഒരു വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ SFIക്കാർ കുറച്ചധികം പേർ കോഴിക്കോട്ടൊരു സമരത്തിൽ പങ്കെടുത്ത് ആ സമരത്തിന്റെ ഭാഗമായി അന്നത്തെ പോലീസ് സംവിധാനം ചാർജ് ചെയ്യപ്പെട്ട ഒരു കള്ളക്കേസിൽ പ്രതികളായി കോഴിക്കോട് ജില്ലാ ജയിലിൽ റിമാൻഡ് തടവുകാരായി കഴിയുന്ന സമയത്ത് മാറാട് സംഭവവുമായി ബന്ധപ്പെട്ട 139 പേർ ആ ജയിലിൽ തടവുകാരായിട്ടുണ്ടായിരുന്നു. അവർ ദീർഘകാലമായി തടവനുഭവിക്കുന്നവരായിരുന്നു. കഷ്ടിച്ചൊരു മാസമാണ് ഞങ്ങളവിടെ ഉണ്ടായിരുന്നത്. മാറാട് സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് തുറങ്കിലടക്കപ്പെട്ട ആ പ്രദേശവാസികളായ ആളുകളിൽ ബഹുഭൂരിപക്ഷവും ഞങ്ങളുടെ അനുഭവങ്ങളിലും അറിവിലും പെട്ടിടത്തോളം സമ്പൂർണമായും നിരപരാധികളായിരുന്നു. ആ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരായി. നേരിട്ട് ആ സംഭവവുമായി ബന്ധമുള്ള കുറച്ച് പേരുണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഭൂരിപക്ഷം ആളുകളും ആ സംഭവവുമായി ബന്ധമില്ലാത്തവരായിരുന്നു. നിരപരാധികളായ നിരവധി ആളുകൾ ദീർഘകാലത്തേക്ക് തുറങ്കിലടക്കപ്പെട്ട ഒരു സംഭവം എന്ന നിലയിൽ കൂടി മാറാട് എന്ന വാക്ക് കേൾക്കുമ്പോൾ, എന്ന സ്ഥലനാമം കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലോടിയെത്തുകയാണ്. ഇവിടെ സ്വാഭാവികമായും നമ്മുടെ സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മതവും വർഗീയതയും തീവ്രവാദവുമെല്ലാമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഞാൻ തുടക്കത്തിൽ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി ചർച്ച ഇവിടെ ചെയ്തിട്ടുണ്ടാകും എന്നെനിക്കറിയാം. അതുകൊണ്ട് അതിന്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് കടന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് വിശേഷണങ്ങളും വ്യാഖ്യാനങ്ങളുമെല്ലാം ഉണ്ടായിട്ടുള്ള വാക്കുകളാണ് മതവും വർഗീയതയും എല്ലാം. മതമെന്ന മലയാള പദത്തിന്റെ പ്രത്യക്ഷാർത്ഥം അഭിപ്രായമെന്നതാണ് അർത്ഥം. പക്ഷെ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു നിൽക്കുന്ന ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ കേവലമായ ഒരു അഭിപ്രായമായി മാത്രം പരിഗണിക്കാനാവില്ല. അതൊരു ജീവിതചര്യയുടെ, ആചാരാനുഷ്ഠാനങ്ങളുടെ, വിശ്വാസത്തിന്റെ എല്ലാം വിപുലമായ ഒരു മേഖലയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നമുക്കറിയാം. എന്തായിരുന്നാലും ജീവിതരീതിയെയും ദൈവത്തെയും എല്ലാം സംബന്ധിച്ച ചിന്തകളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒന്നായി മതം അസാധാരണമായ വിധം ശക്തിയും സ്വാധീനവും വലുപ്പവുമുള്ള ഒന്നായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡ് ഒരിക്കൽ പറഞ്ഞത് റിലീജിയൻ ആസ് എ യൂണിവേഴ്സൽ ഒബ്സസീവ് ന്യൂറോസിസ് എന്നായിരുന്നു. മതമെന്ന് പറഞ്ഞാൽ ഒരു സാർവലൗകിക മനോഗ്രസ്ത നാഡീ രോഗമാണ് എന്ന്, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഭ്രാന്താണ് എന്നാണ് പറഞ്ഞത്. ഞാൻ സാന്ദർഭികമായി അത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഡിവൈഎഫ്ഐക്ക് മതത്തെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായമില്ല. പക്ഷേ സിഗ്മണ്ട് ഫ്രോയിഡ് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. ഏതെങ്കിലും ഒരാൾ ഒരു മതത്തിന്റെ ഭാഗമായി എന്നതുകൊണ്ട്, ഒരു മതവിശ്വാസിയായി എന്നതുകൊണ്ട്, ആ മതം അനുശാസിക്കുന്നതിനനുസരിച്ച് തന്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോയി എന്നതുകൊണ്ട് ഒരു അപകടവുമില്ല. തീർച്ചയായും മതപരമായ ആ സ്വാതന്ത്ര്യം നമ്മുടെ കാലഘട്ടത്തിൽ സാർവദേശീയമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്.
ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അവർ തീരുമാനമെടുത്തത് മതവിശ്വാസികൾക്കും ക്യൂബൻ പാർട്ടിയിൽ അംഗങ്ങളാകാം എന്നാണ്. ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യഘട്ടത്തിൽ മതവിശ്വാസികൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തിരുന്നില്ല. മതവിശ്വാസം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വിഘാതമാണ് എന്ന നിലപാടാണ് ആദ്യഘട്ടത്തിൽ ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത്. എന്നാൽ കാലാനുസൃതമായി ആ കാര്യങ്ങളിൽ പുതിയൊരു സമീപനം സ്വീകരിക്കാൻ ഫിഡൽ കാസ്ട്രോയുടെ കാലത്ത് തന്നെ ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായി. മതവും വർഗീയതയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് ആദ്യമായി പ്രാഥമികമായി നാം മനസ്സിലാക്കേണ്ടത്. സാധാരണഗതിയിൽ എല്ലാ സെമിനാറുകളിലും മതസംബന്ധിയായ എല്ലാ ചർച്ചകളിലും ആവർത്തിച്ചു വരുന്ന വാക്കുകളാണ് മതവും വർഗീയതയും. പക്ഷെ ആ രണ്ട് വാക്കുകളും തമ്മിൽ പ്രത്യക്ഷമായ പ്രയോഗരീതിയിൽ നാം കാണുന്നത് പോലെയുള്ള അടുപ്പം, ഇടയടുപ്പം ഇല്ല എന്ന് കാണേണ്ടതുണ്ട്. മതം വർഗീയതയായി രൂപപ്പെടുന്നത് എപ്പോഴാണ്? മതം വർഗീയതയായി രൂപപ്പെടുന്നത് ഒരുപാട് വിശേഷണങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും ആവശ്യമില്ല, ഒറ്റ രംഗത്ത് മാത്രം. അത് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാൻ മതത്തെ മറയായി സ്വീകരിക്കുമ്പോഴാണ് ചരിത്രഘട്ടത്തിലുടനീളം ചില സാധൂകരണങ്ങളുമുണ്ട് എന്നാണ് എന്റെ പക്ഷം. ഞാനിത് പറയാൻ കാരണം, വർത്തമാന കാലഘട്ടത്തിൽ രാഷ്ട്രീയ അധികാരത്തിനു വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തുന്ന ഏത് വിഭാഗത്തിന്റെയും തീവ്രമായ പ്രവർത്തന രീതികളെ തീവ്രവാദം എന്ന വാക്കുകൊണ്ടല്ല, മറിച്ച് ഭീകരവാദം എന്ന വാക്കുകൊണ്ട് തന്നെ വേണം അടയാളപ്പെടുത്താൻ എന്ന് പറയാൻ. ടെററിസം, അതാണ് ടെററിസം എന്നത്. ഭീകരവാദം എന്ന വാക്കുകൊണ്ട് തന്നെ അടയാളപ്പെടുത്തേണ്ടത് ഒരു വിശകലനത്തിലും അതിനൊരു മാന്യത ലഭിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ്. ഇന്നല്ലെങ്കിൽ നാളെ വർഗീയതയ്ക്ക് തീവ്രവാദമായേ പറ്റൂ, അല്ലെങ്കിൽ വർഗീയതയ്ക്ക് ഭീകരവാദമായേ പറ്റൂ, വർഗീയതയ്ക്ക് ടെററിസമായേ പറ്റൂ. ലോകത്തിന്റെ ചരിത്രം അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മതത്തിന്, മതവിശ്വാസത്തിന് നല്ല വാക്ക് പ്ലൂറലിസം എന്ന വാക്കാണ്. സർവമത സമഭാവന. എല്ലാ മതങ്ങളും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് ഉഷാറായിട്ട് വരും. അല്ല, സെക്യുലറിസം എന്നാണ് വാക്ക്, മതേതരത്വം എന്നതാണ് വാക്ക്, മതനിരപേക്ഷത എന്നതാണ് വാക്ക്. മതനിരപേക്ഷ രാഷ്ട്രം ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. അതിന് എന്താണ് അർത്ഥം? രാഷ്ട്രത്തിന് മതമില്ല എന്നാണ് അർത്ഥം. അല്ലാതെ എല്ലാ മതത്തിനെ ഇങ്ങനെ വളർത്തി പൊട്ടിപ്പൊടുത്തി വലുതാക്കി കൊണ്ടുവരാമല്ല. രാഷ്ട്രത്തിന് മതമില്ല. മതേതര രാഷ്ട്രം, മത ഇതര രാഷ്ട്രം. ഇന്ത്യക്ക് മതമില്ല. അതാ അതിങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് എല്ലാ മതക്കാർക്കുള്ളതാണ്. അങ്ങനെയല്ല. രാഷ്ട്രത്തിന് മതമില്ല, ഭരണത്തിന് മതമില്ല. രാഷ്ട്രവും ഭരണവും അധികാരവും മതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കും. പിന്നെയോ ജനങ്ങൾക്ക് മതമാവാം, വിശ്വാസമാകാം. മതവും വിശ്വാസവും ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ കാര്യമാണ്. അയാൾക്ക് മതത്തിൽ വിശ്വസിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം, ദൈവത്തിൽ വിശ്വസിക്കാൻ ഇഷ്ടമുണ്ടോ വിശ്വസിക്കാം, മതാചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ജീവിക്കാം, ഒരു തടസ്സമില്ല. അതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ രാഷ്ട്രത്തിന് മതമില്ല. രാഷ്ട്രം മതേതരത്വത്തിന്റെ ഉന്നതമായ മൂല്യബോധത്തെ ആകാശത്തോളം ഉയർത്തിപ്പിടിക്കും. മതമില്ല രാഷ്ട്രത്തിനെന്ന് അതെല്ലാവരോടും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഇന്ത്യ. ഇവിടെ എവിടെയാണ് വെള്ളം ചേർക്കപ്പെട്ടത്? ഇവിടെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു, ബോധപൂർവ്വം ശ്രമിക്കുന്നു. ആര്? സാമുദായിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും ശ്രമിക്കുന്നു. മുഖ്യധാര മതനിരപേക്ഷ പ്രസ്ഥാനമെന്ന് അഭിമാനിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തരാതരം പോലെ ഈ വർഗീയതകളെ ഉപയോഗപ്പെടുത്തുന്നു. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വർഗീയ പാർട്ടിയല്ല. എന്നാൽ എല്ലാത്തരം വർഗീയവാദികളുമായി അധികാരത്തിനു വേണ്ടി സന്ധി ചെയ്യാൻ മടിക്കാത്ത, വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് എല്ലായ്പ്പോഴും സ്വീകരിക്കുന്ന പാർട്ടിയായി മാറുന്നതാണ്. ബിജെപി ആയാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായാലും പല പേരുകളിൽ അറിയപ്പെടുന്ന മതവിശ്വാസത്തെ മറയായി സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രീയധികാരം ലംഘിച്ചുകൊണ്ട് പാലിക്കുന്ന എല്ലാ സംഘടനകളും, എല്ലാ പാർട്ടികളും, എല്ലാ ആശയധാരകളും ഇന്ത്യൻ മതേതരത്വത്തെ, ഇന്ത്യൻ ജനാധിപത്യത്തെ, ഈ കാലഘട്ടത്തിലെ സമാധാനപരമായ മനുഷ്യജീവിതത്തെ ദുർബലപ്പെടുത്തുന്ന ശക്തികളാണ്. ഒരു സംശയവും വേണ്ട.
ഇപ്പൊ എവിടെ ഏതൊരു ടീച്ചർ വന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ചില ആളുകൾ വന്നപ്പോ എന്നോട് പറഞ്ഞു അതിന് മറുപടി പറയണം. അതിന് മറുപടി പറയുന്ന ഉദ്ദേശിക്കുന്നേയില്ല. കാരണം എന്താ, അത്തരത്തിലുള്ള ചില വർഗീയവാദികൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ പോലെ ദേശം കുഴപ്പമുള്ള ആളുകൾക്ക് മറുപടി പറയാൻ ഡിവൈഎഫ്ഐ പോലൊരു മഹോന്നതമായ പ്രസ്ഥാനത്തിന്റെ വേദി തന്നെ ഞങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ മതേതരത്വത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയും മാത്രമേ ഉള്ളൂ. അതല്ലാതെ സാധാരണഗതിയിൽ ഈ കാലഘട്ടത്തിന്റെ സങ്കീർണമായ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ തക്കവണ്ണം ആരോഗ്യകരമായ ഒരു മാനസികാവസ്ഥയുള്ള ഒരാൾക്കും ഈ കാലഘട്ടത്തിൽ വർഗീയവാദിയാകാനാവില്ല. വർഗീയതയുടെ ചരിത്രം മനുഷ്യരക്തത്തിൽ കുതിർന്ന ഭൂതകാല ചരിത്രാനുഭവങ്ങളുടേതാണ്. എത്ര അനുഭവം നമ്മുടെ രാജ്യത്ത്. ഇന്ത്യൻ വർഗീയതയുടെ ഉപജ്ഞാതാക്കൾ എന്ന് പറഞ്ഞാൽ RSS ആണ്. RSS എന്ന പല പേരില്, അത് വിശ്വ പരിഷത്തുണ്ടാവും, പ്രവീൺ തൊവാഡിയുടെ സംഘം ഉണ്ടാവും, അങ്ങനെ പലരുടെയും സംഘമുണ്ടാവും. സംഘപരിവാരം 1925 RSS ആരംഭിക്കുന്നത്. ഡോക്ടർ കേശവമണി റാം ഹെഗ്ഡേവാറും കൂട്ടാളികളും ചേർന്ന് RSS രൂപീകരിക്കും. മാധവ് സദാശിവ ഗോൾവൽക്കർ ഒരു പുസ്തകം എഴുതുന്നു. പുസ്തകത്തിന്റെ പേര് നാമല്ലെങ്കിൽ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു. വി ആർ അവർ നാഷൻഹുഡ് ഡിഫൈൻ എന്നാണ് പുസ്തകത്തിന്റെ പേര്. വിചാരധാര മറ്റൊരു പുസ്തകം. ഈ രണ്ട് പുസ്തകവുമാണ് ഇന്ത്യൻ സംഘപരിവാരത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. അവരുടെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും വിശകലനം ചെയ്യുന്ന പുസ്തകങ്ങൾ. ആ പുസ്തകത്തിന്റെ അകക്കാമ്പ് എന്താണ്? അതാണ് ഫാസിസം, ഇന്ത്യൻ ഫാസിസം. വളരെ കൃത്യമായി പറയുന്നു, ഇന്ത്യയുടെ ശത്രുക്കൾ രാഷ്ട്രീയ സ്വയം സേവക സംഘമെന്ന RSS, ഇന്ത്യൻ സംഘപരിവാരം, ഇന്ത്യയിലെ സവർണ വർഗീയ ഫാസിസം, അർത്ഥസംഖ്യക്കിടയില്ലാതെ പറയുന്നു ഈ രാഷ്ട്രത്തിന്റെ ശത്രുക്കൾ 3 കൂട്ടരാണ്. 1 മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകാർ. ഈ 3 കൂട്ടരാണ് ഇന്ത്യയുടെ ശത്രുക്കൾ. അതുകൊണ്ട് ഈ 3 കൂട്ടരെയും ഉന്മൂലനം ചെയ്യലാണ് ദേശാഭിമാന ബോധമുള്ള ഹിന്ദുവിന്റെ കടമ. എന്താണ് പറയുക? എങ്ങനെയുണ്ടാവും? ഇതാണ് ഈ രാഷ്ട്രത്തിന്റെ അഭ്യന്തര ശത്രുക്കളായി ഈ 3 വിഭാഗത്തെ ഉപദ്രവിച്ചുള്ളൂ. ഈ 3 കൂട്ടരെയും കൊന്നെടുക്കണം എന്ന് വിശ്വാസിക്കുന്നു. അത്തരമൊരു പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടേതുപോലെ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യത്ത് പ്രവർത്തിച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് ചരിത്രം. എത്രയോ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ജംഷഡ്പൂർ, മൊറാദാബാദ്, ഭീവണ്ടി, കന്യാകുമാരി, തലശ്ശേരി, മയൂർഭഞ്ച്, ഒറീസ, നമ്മുടെ ഏറ്റവും ഒടുവിൽ ഗാന്ധിജിയുടെ ജന്മം നൽകിയ ഗുജറാത്ത്, അങ്ങനെ പോവാണ് ചരിത്രം. അതിനെതിരായിട്ടുള്ള പ്രതിരോധവും ഈ രാജ്യത്തുണ്ട്. മതേതരവാദികളുടെ പ്രതിരോധം, അതാണ് വളർന്നു വരേണ്ടത്. പക്ഷെ ഇപ്പോ പ്രത്യേകമായ ചില ദിശയിൽ നമ്മുടെ സമൂഹത്തിൽ ചില പുതിയ പ്രവണതകൾ, പുതിയതെന്ന് പറഞ്ഞുകൂടാ, ചില പ്രവണതകൾ എന്താണ്? അതാണ് LDF എന്ന പേര്. അതും പല പേരാണ്. നിങ്ങൾ നോക്കൂ, സംഘപരിവാറിന്റേതായ സംഘടനാ ശൈലികൾ പലതും LDF നിങ്ങൾക്ക് കാണാനാവും. ഈ വൈകിയ വേളയിൽ അത്തരത്തിലുള്ള താരതമ്യ സൂക്ഷ്മ വിശകലനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പൊ പല പേരിലാണ് അറിയപ്പെടുക. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, SDPI. ഇതാ സോഷ്യൽ ഡെമോക്രസി. ഇവിടെ സാറിന് പോയിക്കറിയില്ല. എന്റെ ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കുക, എന്താണ് സോഷ്യൽ ഡെമോക്രസി? സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ് പാർട്ടിന്റെ പേര്. സോഷ്യൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്റെ വിചാരം എന്തോ നല്ല സാധനമാണ് സോഷ്യൽ ഡെമോക്രസി. സാർവദേശീയ രാഷ്ട്രീയ രംഗത്ത് സോഷ്യൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഒരു മോശം പ്രവണതയാണ്. അതിന്റെ മുഖലക്ഷണം എന്ന് പറഞ്ഞാൽ ഇംപീരിയലിസത്തെ ശത്രുവായി കാണാൻ കഴിയാത്ത രാഷ്ട്രീയ ദൗർബല്യമുണ്ട് എന്നാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അപകടങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന വായാടികളായ രാഷ്ട്രീയ വ്യതിയാനം സംഭവിച്ചവരെയാണ് സോഷ്യൽ ഡെമോക്രാറ്റ് എന്ന് വിളിക്കുക. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ എടോ സോഷ്യൽ ഡെമോക്രാറ്റ് എന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു അപമാനം വരാനില്ല. പിന്നെ ചത്താ മതി പോയിട്ട്. അതൊരു പാർട്ടിയുടെ പേരായിട്ട് സ്വീകരിക്കുകയാണ്. അതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. എന്തോ ആവട്ടെ, എന്താ പറയുന്നത്, എന്താ പഠിപ്പിച്ചിരുന്നത്? RSSനെ സംഘപരിവാരത്തെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മളും ആയുധമെടുത്ത് സംഘടിക്കണം. മുസ്ലിങ്ങൾ സംഘടിക്കണം ആയുധമെടുത്ത്. ഹിന്ദുക്കളൊക്കെ RSS ആവുക, മുസ്ലിങ്ങളൊക്കെ LDF ആവുക, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആവുക. പിന്നെ ഈ രാജ്യത്ത് ആരാ മനുഷ്യനുണ്ടാവുക? വിശ്വ ഹിന്ദു പരിഷത്ത്, മുസ്ലിം ലീഗ്. ഒരു മനുഷ്യന്റെ പരിഷത്ത് അവിടെ ഉണ്ടാവും, മനുഷ്യന്റെ ലീഗ് അവിടെ ഉണ്ടാവും. മനുഷ്യന്മാരില്ല രാജ്യത്ത്. ഒക്കെ വെള്ളം കിടക്കാത്ത അറകളെ പോലെ തിരിച്ചുവെച്ച സങ്കുചിത മതദുരഭിമാന ബോധത്തിന്റെ കള്ളികളിലാക്കി മനുഷ്യരെ കിടക്കുക.
ശത്രു രാജ്യങ്ങളെപ്പോലെ സ്പർദ്ധ വളർത്തുക, ഈയാമ്പാറ്റകളെ പോലെ പരസ്പരം പോരടിച്ച് മരിച്ചു വീഴുന്ന ഹതഭാഗ്യരുടെ ശവപ്പറമ്പായി ഈ രാജ്യത്തെ മാറ്റുക. അതല്ലേ അനുഭവം? LDF മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. RSSന്റെ വെല്ലുവിളികളെ എവിടെയാണ് നിങ്ങൾ പ്രതിരോധിച്ചിട്ടുള്ളത്? ഒരുപക്ഷെ ഇവിടെ പരാമർശിച്ചിട്ടുണ്ടാവാം. ചരിത്രാനുഭവങ്ങളല്ല. എന്താ അനുഭവം? ഏത് മതവും പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളെന്നാൽ മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും ആശയങ്ങളെയാണ്, മൂല്യങ്ങളെയാണ്, ഒരു സംശയവും വേണ്ട. അപ്പോ RSSനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് LDF ശക്തിപ്പെടാൻ ശ്രമിക്കുന്നത്. എന്താ LDFന്റെ പ്രചരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? LDFന്റെ പ്രചരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടീച്ചറൊക്കെയാണ് പ്രധാനമായിട്ട്. നോക്കൂ, നിങ്ങൾ ശശികല ടീച്ചറുടെ പ്രസംഗം കേട്ടോ? ആരാണോ ചോദിക്കുന്നത്? ഒരു മുസൽമാനോട് ചോദിക്കാം. ശശികല ടീച്ചറുടെ പ്രസംഗം കേട്ടോ? അല്പമെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഒരു ചെറിയ സാമുദായിക വികാരവും ഒരു ചെറിയ അരക്ഷിതാവസ്ഥയുമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ശശികല ടീച്ചറുടെ പ്രസംഗം ഒരു കാസറ്റിലിട്ടിട്ട് കേൾപ്പിച്ചു കൊടുത്തപ്പോൾ 24 കാരറ്റ് LDF ആയിട്ട് മാറും, ഉറപ്പാണ്. LDFന് ആളെ ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് ശശികല ടീച്ചർ കരാറെടുത്തിട്ടുണ്ട്. ആയമ്മ അവിടുന്ന് എന്തെങ്കിലും പ്രതിഫലം പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രം ഇനി അന്വേഷിച്ചാൽ മതി. ഞാൻ ഇതൊന്നും പറയുന്നില്ല, സംശയം. LDFും RSSും പരസ്പരം സഹായിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. എങ്ങനെ? പ്രത്യക്ഷമായ സഹായമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പരോക്ഷമായി പരസ്പരം സഹകരിക്കുന്നു. LDF തങ്ങളുടെ സംഘടനാ വളർച്ചയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നത് RSS എന്ന ഭീഷണിയെ ഉയർത്തി കാണിച്ചിട്ടാണ്. നിങ്ങൾ RSSനെ നോക്ക്. അപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ നമ്മൾ സംഘടിക്കണം. RSSന്റെ സംഘപരിവാരത്തിന്റെ വിശ്വഹിന്ദു പരിഷത്തിന്റെ വിഷലിപ്തമായ വർഗീയ പ്രചരണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് LDF ശക്തിപ്പെടാൻ ശ്രമിക്കുന്നത്. RSS നേരെ തിരിച്ചു. നിങ്ങൾ LDFനെ നോക്ക്. ബിൻ ലാദൻ, മുല്ല മുഹമ്മദ് ഒമർ, അൽ ഖ്വയ്ദ, താലിബാൻ, പാകിസ്ഥാൻ, മറ്റത് ആയുധപ്രയോഗം, ഇത് കൊണ്ട് കാണിച്ചിട്ടാണ്. അപ്പൊ ഹിന്ദുക്കളോ നമ്മൾ സംഘടിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാരണങ്ങളായി ചൂണ്ടിക്കാണിച്ച് വളരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, വർഗീയമായി ധ്രുവീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിലുള്ളത്. LDFനെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിക്കാൻ ഒരു RSS ഇല്ലെങ്കിൽ, ഒരു വിശ്വഹിന്ദു പരിഷത്തില്ലെങ്കിൽ, ഒരു ഹിന്ദു ഐക്യവേദിയില്ലെങ്കിൽ ഈ മണ്ണിൽ വേരി പിടിക്കാതെ ഉണങ്ങിപ്പോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. RSSനോ ചൂണ്ടിക്കാണിക്കാൻ ഒരു LDF ഇല്ലെങ്കിൽ, ഒരു മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ, ഒരു ഭീകരപ്രവർത്തനത്തിന്റെ ചില അനുഭവങ്ങളില്ലെങ്കിൽ അവർക്കും പ്രയാസം അനുഭവിക്കും. അപ്പൊ RSSനെ ശക്തിപ്പെടുത്താൻ, RSSനെ ഉഷാറാക്കി മുൻപോട്ട് കൊണ്ടുപോകാൻ കയ്യയച്ച് സഹായം ചെയ്യുന്നവരായി LDFന്റെ സാന്നിധ്യം കൊണ്ട് RSSും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് സഹകരിച്ച് പോകുന്നവരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് മതത്തിന്റെ പേരിലാണ് ഇവർ സംഘടിപ്പിക്കുന്നത്? ഏത് മതമാണ് മനുഷ്യരെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നത്? ഏത് മതമാണ് ആരാധനാലയങ്ങൾ തകർക്കാൻ പ്രേരിപ്പിക്കുന്നത്? മാറാട് 2 ഘട്ടങ്ങളിലായി ആയുധമെടുത്തവരെ ഏത് മതത്തിന്റെ തത്വശാസ്ത്രങ്ങളാണ് പ്രചോദിതരാക്കിയത്? ലോകത്തെല്ലായിടത്തും ശുഭമുണ്ടാവട്ടെ എന്നാണ് ഒരു ഹൈന്ദവ സംസ്കൃതിയുടെ ഭാഗമായിട്ടെല്ലാം എല്ലായിടത്തും എടുത്ത് പ്രയോഗിക്കപ്പെടുന്ന ഒരു വാക്യം. എന്താ? ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ലോകത്തിലെ എല്ലാ RSSകാർക്കും സുഖമുണ്ടാവട്ടെ എന്നല്ല, ലോകത്തിലെ എല്ലാ ഹിന്ദുക്കൾക്കും സുഖമുണ്ടാവട്ടെ എന്നല്ല, ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും, ലോകമാകെ, മനുഷ്യരെന്ന് പറഞ്ഞുകൂടാ, എല്ലാ ജന്തുജാലങ്ങളും, ഒരുപക്ഷെ മാനവികതയുടെ അതിനേക്കാൾ ദീപ്തമായ ഒരാശയത്തെ, മുദ്രാവാക്യത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവില്ല. ലോകമെമ്പാടും ഇങ്ങനെ സുഖവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവട്ടെ. ഇവിടെയാണോ ധർമ്മം, അവിടെയാണ് ജയം. അതാണ് മഹാഭാരതത്തിന്റെ സന്ദേശം തന്നെ. ധർമ്മമുള്ളിടത്താണ് വിജയം. RSSന് വിജയമില്ലാന്ന് ഉറപ്പ്. അതാണ് ഇതിന്റെ മലയാളം. ധർമ്മമുള്ളിടത്തേ വിജയമുള്ളൂ. അതാണ് ഇത് വെച്ചത്. ലോകത്തിന് മുഴുവൻ സുഖം അനുഭവയോഗ്യമാകട്ടെ എന്ന് പറയുന്ന, ധർമ്മത്തിന്റെ പ്രചാരകരാകണമെന്ന് പറയുന്ന, മാനവികതയുടെ ആശയങ്ങളെ കൊടിയടയാളമായി സ്വീകരിച്ച ഒരു സംസ്കൃതിയെയാണ് തീർച്ചയായും ഇന്ത്യയിലെ ഹൈന്ദവ പാരമ്പര്യം പിന്തുടരേണ്ടത്. എല്ലാ മതത്തിന്റെ സ്ഥിതി അങ്ങനെ തന്നെ. ഇപ്പൊ ഇസ്ലാമിന്റെ പേരിൽ ആയുധമെടുക്കാനാണ് പറയുന്നത് LDF. ഏത് ഇസ്ലാം? ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനമല്ല. ലോകത്തിലെ എല്ലാ സംഘടിത മതങ്ങളും സമാധാനത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുമ്പോൾ സമുദായത്തിന്റെ പേര് തന്നെ സമാധാനം എന്ന് സ്വീകരിച്ച ഏകമതമാണ് ഇസ്ലാം. ലോകത്തിനെവിടെയും ഒരു മുസൽമാൻ അപരനെ കാണുമ്പോൾ അഭിവാദ്യം ചെയ്യുന്നത് താങ്കൾക്ക് സമാധാനമുണ്ടാവട്ടെ എന്നാണ്. അസ്സലാമു അലൈക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ, നിങ്ങൾക്ക് സമ്പത്തുണ്ടാവട്ടെ എന്നല്ല, നിങ്ങൾക്ക് ആഹ്ലാദമുണ്ടാവട്ടെ എന്നല്ല, നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ. അതാ
പ്രത്യഭിവാദന രീതിയും അതാണ്. സമാധാനമാണ് മനുഷ്യജീവിതത്തിൽ പരമപ്രധാനമെന്ന് പറയുന്ന സമുദായത്തിന്റെ പേര് തന്നെ സമാധാനമെന്ന് സ്വീകരിച്ച ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായും ആശംസിക്കുന്ന ഒരു മതം, ആ മതത്തിന്റെ പേരിൽ എങ്ങനെയാണ് ആയുധമെടുക്കാനാവുക? മഹാനായ പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞു, അയൽവക്കക്കാരൻ പട്ടിണി കിടക്കുന്ന സമയത്ത് വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അതാണ് നബിയുടെ വചനം. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അയൽവക്കക്കാരന്റെ പട്ടിണിയെ സ്വന്തം പട്ടിണിയായി, സ്വന്തം വിശപ്പായി കരുതണം. അവരന്റെ വിശപ്പിനെ സ്വന്തം വിശപ്പായി കരുതണം. മറ്റുള്ളവരുടെ വേദനകളെ സ്വന്തം വേദനയായി കരുതണം. പാരസ്പര്യത്തിന്റെ സ്നേഹ സൗഹൃദത്തിന്റെ സ്നേഹവായ്പിന്റെ വാത്സല്യത്തിന്റെ സന്ദേശം ഇതിനേക്കാൾ എങ്ങനെയാണ് ഫലപ്രദമായി പറഞ്ഞു പിടിപ്പിക്കാനാവുക? ഈ സമീപകാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ലോകത്തിലെ ഇസ്ലാമിക രാഷ്ട്രത്തലവന്മാരുടെ ഒരു അഖില ലോക സമ്മേളനം ചേരുകയുണ്ടായി. ആ സമ്മേളനം അംഗീകരിച്ച മുഖ്യപ്രമേയത്തിന്റെ തലവാചകം കില്ലിംഗ് ഓഫ് ഇന്നസെൻസ് ആർ ഫോർബിഡൻ ഇൻ ഇസ്ലാം എന്നാണ്. നിരപരാധികളെ കൊല ചെയ്യുന്നത് ഇസ്ലാമിന് നിഷിദ്ധമാണ്, സംഭവിച്ചുകൂടാത്തതാണ്. അതാണ് ഇങ്ങനെയെല്ലാം പറയുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നാണ് നമ്മുടെ അനുഭവം. സമാധാനത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന, സമാധാനത്തിന്റെ മഹത്തായ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന, അവരന്റെ വിശപ്പിനെ സ്വന്തം വിശപ്പായി കാണണമെന്ന് പറയുന്ന, നിരപരാധികളെ കൊല ചെയ്യുന്നത് ഇസ്ലാമിന് നിഷിദ്ധമാണെന്ന് പറയുന്ന ഒരു മതം. ആ ഇസ്ലാമിന്റെ പേരിൽ ആയുധമെടുക്കാനാണ് LDF-ന്റെ ആഹ്വാനം. LDF-ന് ആരേൽപ്പിച്ചു കൊടുത്തു ഇസ്ലാമിന്റെ കുത്തകാവകാശം? ഇസ്ലാമിന്റെ കുത്തകാവകാശം ആര് LDF-നെ ഏൽപ്പിച്ചു കൊടുത്തു? നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയ അവകാശം? ഈ രാജ്യത്ത് ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് ഒരു LDF-ന്റെ ആവശ്യമില്ല. LDF-ന്റെ ചോരമണക്കുന്ന പീറപ്പതാകയുടെ പിന്നിൽ അണിനിരന്നിട്ടുള്ളതിനേക്കാൾ 100 ഇരട്ടി ദീനീ ബോധമുള്ള 5 പേരെ നമസ്കരിക്കുന്ന യഥാർത്ഥ മുസൽമാൻ ഈ ചുവന്ന നക്ഷത്രം തിളങ്ങുന്ന വെളുത്ത പതാകയുടെ കീഴിൽ അണിനിരന്നിട്ടുണ്ട് എന്ന് RSS-കാര്, LDF-കാര്, ഈ നാട്ടിലെ എല്ലാ വർഗീയവാദികളും മനസ്സിലാക്കണം. ഹിന്ദുക്കളുടെ കുത്തകാവകാശം RSS കൊടുത്തു, ശശീല ടീച്ചർക്ക് എഴുതി കൊടുത്തോ? ഹിന്ദുക്കളെ നാളെ മുതൽ ഇന്ത്യയിലെ ഹിന്ദുക്കളെ കാര്യം നിങ്ങൾ നോക്കിക്കോ, ആ ചീട്ടൊന്ന് കാണിക്കും. ആരേൽപ്പിച്ചു നിങ്ങളെ? ഇന്ത്യയിലെ ഹിന്ദുക്കൾ, കേരളത്തിലെ ഹിന്ദുക്കൾ പൂർണ്ണമായി RSS-ന്റെ പിന്നിൽ അണിനിരന്നിരുന്നുവെങ്കിൽ കേരള സംസ്ഥാനം, ഇന്ത്യ രാജ്യമൊക്കെ RSS ഭരിക്കൂലേ? ബഹുമാനപ്പെട്ട ശശീല ടീച്ചർ ഇന്ത്യന്റെ പ്രധാനമന്ത്രിയായി. ആ പാർട്ടിയുടെ പിന്നിൽ അണിനിരന്നിട്ടുള്ളതിനേക്കാൾ 10,000 ഇരട്ടി ശരിയായ ഹിന്ദു അഭിമാനപൂർവ്വം അണിനിരന്നിട്ടില്ലേ ഈ പതാകയുടെ പിന്നിൽ? ഏത് മതമെടുത്താലും. അതുകൊണ്ട് ക്രിസ്ത്യാനികളെല്ലാം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ പോയി ചേർന്ന മാണിയാവും കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരള കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ളതിനേക്കാൾ 100 ഇരട്ടി നല്ല സത്യക്രിസ്ത്യാനി ആവേശപൂർവ്വം ഈ വെള്ളപ്പതാകയുടെ പിന്നിൽ അണിനിരന്നിട്ടില്ലേ? നിങ്ങളാരും ഏതെങ്കിലും ഒരു മതത്തിന്റെ കുത്തക ഏറ്റെടുക്കണ്ട. RSS-നോ LDF-നോ ഏതെങ്കിലും ക്രൈസ്തവ സാമുദായിക സംഘടനകൾക്കോ ഏതെങ്കിലും സാമുദായിക സംഘടനക്ക് ഈ നാട്ടിലെ ഒരു വിഭാഗത്തിന്റെയും കുത്തകാവകാശം ആരും എഴുതി കൊടുത്തിട്ടില്ല. അങ്ങനെ ആരും ആളാകണ്ട. ഈ നാട്ടിലെ മനുഷ്യർ ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും മുസ്ലിമായാലും അതിലെ അവാന്തര വിഭാഗം ഏതായാലും ഭൗതികമായ സാഹചര്യത്തിന്റെ സമ്മർദ്ദം എല്ലാവർക്കും ഒരുപോലെയാണ്. വിലക്കയറ്റമുണ്ടായാൽ, ബസ് ചാർജ് കൂടിയാൽ, ഇലക്ട്രിസിറ്റി ചാർജ് കൂടിയാൽ, ഈ വിഷയങ്ങളെല്ലാം എല്ലാവരെയും ഒരുപോലെയാണ് ബാധിക്കുന്നത്. അത്തരം വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സമരം എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിന്ന് നടത്തേണ്ടതാണ്. ആ കൂട്ടായ്മയെ, ആ ജനകീയ ഐക്യത്തെ തകർക്കുന്ന തുരങ്കം വയ്ക്കുന്ന സമീപനമാണ് കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകമെമ്പാടും ഈ വർഗീയവാദികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമീപമാണ് പാകിസ്ഥാനിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇസ്ലാമിക ദേവാലയങ്ങളിലൊന്നായ ലാൽ മോസ്ക് എന്ന് പറഞ്ഞ ചുവന്ന പള്ളി എന്നാണ് അർത്ഥം. എന്താണ് ആ പള്ളിക്ക് അങ്ങനെ പേര് കിട്ടിയതെന്ന് എനിക്കറിയില്ല. ആ പള്ളിയിൽ പർവേസ് മുഷറഫ് പാകിസ്ഥാന്റെ ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് ഒരു സൈനിക നടപടി നടന്നു. 100 കണക്കിന് വരുന്ന പാകിസ്ഥാൻ സൈന്യം ഈ ആരാധനാലയത്തിനകത്ത് ഇരച്ചുകയറി. അവിടെ പങ്കെടുത്തിരുന്ന പണ്ഡിതന്മാരുൾപ്പെടെയുള്ള യഥാർത്ഥ മതവിശ്വാസിക്ക് ഒരിക്കലും വർഗീയവാദിയാകാൻ കഴിയില്ല. കാരണം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിക്കലല്ല മതവിശ്വാസിയുടെ ആത്യന്തികമായ ലക്ഷ്യം. അയാൾ മതമനുശാസിക്കുന്ന നിലയിൽ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നത്
പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ജയിക്കാൻ വേണ്ടിയിട്ടല്ല. അത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുമായിട്ടൊക്കെ കണ്ണിച്ചേർത്ത് വെച്ച് വായിക്കേണ്ടതായ വിഷയങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതെല്ലാം വൈയക്തികമാണ്, അതെല്ലാം വ്യക്തിപരമാണ്. അതിന്റെ ഒരു പടി കടന്ന് മതത്തെ, മതവിശ്വാസത്തെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ, അധികാരത്തിൽ വരാൻ, മന്ത്രിയും മുഖ്യമന്ത്രിയുമാകാൻ ഉള്ള ചവിട്ടുപടികളായി, ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നിടത്ത് ഈ പ്രശ്നങ്ങളെല്ലാം ആരംഭിക്കും. അങ്ങനെ ഉപയോഗിക്കുന്നവൻ യഥാർത്ഥ മതവിശ്വാസിയായിക്കൊള്ളണമെന്നുമില്ല. ഞാൻ കേട്ടിട്ടുള്ളത് മുഹമ്മദ് അലി ജിന്നയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ പന്നിയിറച്ചിയും മദ്യവുമായിരുന്നു എന്നാണ്. അദ്ദേഹമാണ് മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഒരു രാഷ്ട്രം വേണം എന്ന വാദം ശക്തമായി ഉയർത്തുകയും പാകിസ്ഥാന്റെ രൂപീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ആരാധനാലയം തകർന്നു വീഴുമ്പോൾ ആഴത്തിൽ മുറിവേൽക്കപ്പെട്ടു. അപ്പോ ആഴത്തിൽ മുറിവേൽപ്പിക്കുക, അതാണ് ലക്ഷ്യം. അത് മുൻകൂട്ടി പ്രഖ്യാപിക്കുക, എന്നിട്ട് പൊളിക്കുക. ഏറ്റവും ആഴത്തിൽ ഒരു ജനതയെ മുറിവേൽപ്പിക്കാനും ഏറ്റവും പ്രകടനശേഷിയുള്ള വർഗീയ കലാപങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നത് ഇന്ത്യയിലെ സംഘപരിവാരം ആദ്യകാലം മുതൽ ശീലിച്ചു വന്നിട്ടുള്ള ഒരു രീതിയാണ്. അങ്ങനെയാണ് തലശ്ശേരിയിലെ മുഴുവൻപായി മുസ്ലിം ദേവാലയം പൊളിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്നു, അതിന്റെ പ്രഖ്യാപനം നടത്തുന്നു. ആ പരസ്യ പ്രഖ്യാപനം വന്ന സമയത്ത് CPIM-ന്റെ മാങ്ങാട്ടുടം ലോക്കൽ കമ്മിറ്റി യോഗം ചേർന്നാണ് തീരുമാനിച്ചത്. അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനും മരിച്ചു വീണ ശേഷമേ ആ പള്ളി പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂ. അതാണ് പ്രഖ്യാപനം. കാവൽ നിന്നു രാത്രിയും പകലും, രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ RSSന്റെ അക്രമികൾക്ക് മുമ്പിൽ നെരുവമ്പായിലെ മുസ്ലിം ദേവാലയത്തിന് കാവൽ നിന്നത് CPIM-ന്റെ കർമ്മഭടന്മാരായി. ഒരു രാത്രി മുഴുവൻ കാവൽ നിന്ന് പകൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് UK കുഞ്ഞിരാമനെ ആ മുസ്ലിം ദേവാലയത്തിന്റെ മുന്നിലിട്ട് RSSകാർ തെറ്റുകൊള്ളുന്നു. ആ ചരിത്രത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ആലോചിക്കണം, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇസ്ലാമിക ദേവാലയത്തിന്റെ അകത്തളങ്ങളിലേക്ക് കാലെടുത്ത് വെച്ചിട്ടില്ലാത്ത CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായ കുഞ്ഞിരാമനാണ് മുസ്ലിം ദേവാലയം സംരക്ഷിക്കാൻ കാലം നിന്ന് രക്തസാക്ഷിത്വം നിർവഹിച്ചത്. അതാണ് ചരിത്രം. എന്തുകൊണ്ടാണ്? മുസ്ലിം പള്ളിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകിച്ചൊരു പ്രണയം തോന്നിയുകൊണ്ടല്ല. ഒരു പള്ളിയോടും പ്രണയമില്ല, ഒരു പള്ളിയോടും വിരോധവുമില്ല. നാളെ മറ്റേതെങ്കിലും ഒരു ആരാധനാലയം ആക്രമിക്കപ്പെട്ടാലും അവിടെ പ്രതിരോധവുമായി നമ്മളുണ്ടാവും. ബരാമൺ ക്രൈസ്തവ കൺവെൻഷന്റെ സമയത്ത് അത് കണ്ടതാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൺവെൻഷനാണ് ബരാമൺ ക്രൈസ്തവ കൺവെൻഷൻ. ബരാമൺ ക്രൈസ്തവ കൺവെൻഷനിലെ സുവിശേഷ പ്രചരണം മതപരിവർത്തനത്തിനു വേണ്ടിയാണെന്ന് ആരോപിച്ച് അത് തടയുമെന്ന് ഒരു കാലത്ത് വർഗീയവാദികൾ വെല്ലുവിളി കൊടുത്തു. ആ സമയത്തും ചുവന്ന നക്ഷത്രം താങ്ങുന്ന ഈ വെളുത്ത പതാകയുമായി ആയിരക്കണക്കിന് വരുന്ന DYFI പ്രവർത്തകരാണ് കൺവെൻഷൻ വേദിയിലേക്ക്, ക്രൈസ്തവരുടെ ആത്മീയ പ്രഘോഷണ വേദിയിലേക്ക് മാർച്ച് ചെയ്ത് കൈകോർത്ത് പിടിച്ച് RSSന്റെ അക്രമികളെ ആട്ടിയോടിച്ചു. നാളെ ഏതെങ്കിലും ഒരു ഹൈന്ദവ ആരാധനാലയം ഏതെങ്കിലും ഭീകരവാദികളുടെ വെല്ലുവിളികൾ ഉയർന്നാൽ ആക്രമിക്കപ്പെടും എന്ന് നിലവന്നാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ ഹൈന്ദവ ക്ഷേത്രത്തിന് കാവലേർപ്പെടുത്താനും നമുക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. കാരണം അതിനെല്ലാം നമ്മളെ പ്രചോദിപ്പിക്കുന്നത് കറകളഞ്ഞ മതേതര ബോധമാണ്, മതനിരപേക്ഷതയോടുള്ള കൂറാണ്. വർഗീയ ആക്രമണങ്ങളുടെ പേരിൽ, വർഗീയ കലാപങ്ങളുടെ ഭാഗമായി ഒരു മനുഷ്യനും ഈ മണ്ണിൽ വീണ് മരിച്ചുകൂടാ എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹമാണ്. അതാണ് നമ്മളെ നയിക്കുന്നത്. ഇപ്പോ ഈ അടുത്ത കാലത്ത് വന്ന വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒറീസയിൽ ക്രൈസ്തവ ന്യൂനപക്ഷം ആക്രമിക്കപ്പെട്ടു. കന്യാസ്ത്രീമാരെ ബലാത്സംഗം ചെയ്യുക, പള്ളി കത്തിക്കുക, പള്ളിയിലത്തിനെ കൊല്ലുക, ആ പ്രദേശങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കുക, പള്ളി ഉപേക്ഷിച്ച്, വീടുപേക്ഷിച്ച്, കന്യാസ്ത്രീ മഠങ്ങൾ ഉപേക്ഷിച്ച് നൂറുകണക്കിന് വരുന്ന ക്രൈസ്തവർ, പരിവർത്തിത ക്രൈസ്തവർ, നമ്മുടെ റാഫേൽ സീനാത്തിന്റെ നേതൃത്വത്തിലുള്ള സഭ, ആ സഭയിലെ ക്രൈസ്തവർ കാട്ടിൽ പോയി താമസിക്കുകയാണ്. ഹിംസ്ര ജന്തുക്കൾ പാർക്കുന്ന ഘോരവനത്തിൽ ക്രിസ്ത്യാനിയായി എന്ന ഒറ്റ കാരണം കൊണ്ട് ആയിരക്കണക്കിന് വരുന്ന ക്രൈസ്തവർക്ക് മഴയും വെയിലുമെല്ലാം വകവെക്കാതെ കാട്ടിൽ അന്തിയുറങ്ങേണ്ടതായിരുന്നു. ദിവസങ്ങളോളം കാട്ടിലാണ്. നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു, അഗ്നിക്കിരയാക്കി. പുരോഹിതന്മാർ, കന്യാസ്ത്രീകൾ നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ
അവസാനം കുറെ കഴിഞ്ഞ് സാവധാനം തിരിച്ചു വന്നപ്പോൾ പള്ളിയില്ല, ആരാധന നടത്താൻ സ്ഥലമില്ല. സിപിഐഎമ്മിന്റെ ഒറീസ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ ഭുവനേശ്വറിലെ സാമ്യവാദി ഭവനിൽ വന്നു രാഹുൽ ചീനാത്തിന്റെ സഭയിലെ പുരോഹിതന്മാർ. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആരാധന നടത്താനൊരു ഇടമില്ല. ആരാധനാലയം അഗ്നിക്കിരയാക്കി തകർക്കപ്പെട്ടു. വാടകയ്ക്കൊരു കെട്ടിടം കൊടുക്കാൻ ആ മണ്ണിൽ ആരും സമ്മതിക്കുന്നില്ല. ആർഎസ്എസിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. സിപിഐഎമ്മിന്റെ ഒറീസ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ കോൺഫറൻസ് ഹാൾ രാഹുൽ ചീനാത്തിന്റെ സഭയ്ക്ക് വിട്ടുകൊടുത്തതുമാണ്. എല്ലാ ഞായറാഴ്ചയും അവരുടെ ആരാധന. ഞായറാഴ്ചകളിൽ ഇനി മുതൽ പാർട്ടി കമ്മിറ്റികൾ ഉണ്ടായിരിക്കുന്നതല്ല. ഒരു ബോർഡ് നോക്കി നമ്മുടെ ഓഫീസിൽ ഞായറാഴ്ച ഒരുക്കാണ്. AKGയുടെ ചിത്രത്തിന്റെ താഴെ EMSന്റെയും ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെയും ചിത്രത്തിന്റെ താഴെ രാഹുൽ ചീനാത്തിന്റെ നേതൃത്വത്തിലുള്ള സഭ, ക്രൈസ്തവ സഭയിലെ വിശ്വാസികൾ ഒത്തുകൂടി അവരുടെ പ്രാർത്ഥന നിർവഹിച്ചു പോവാൻ. ഇതാണ് സ്ഥിതി. ഇതാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഒരു സംഭവം. സിപിഐഎമ്മിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മതത്തോടും വിശ്വാസത്തോടും മതേതരത്വത്തോടുമുള്ള സമീപനമെല്ലാം സ്വയം വിശദീകരണക്ഷമമായിട്ടുണ്ട്. ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഒരു ഇടപെടലിലേക്ക് നമുക്ക് അംഗീകരിക്കാനാവില്ല. മതം മനുഷ്യരെ തമ്മിൽ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചാൽ അതിനെ ഒരു കയ്യിൽ നീട്ടി നാം സ്വാഗതം ചെയ്യും. മതമാവട്ടെ മറ്റെന്തുമാവട്ടെ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നതിന്, തമ്മിലടിപ്പിക്കുന്നതിന്, വിവരിക്കാനാവാത്ത സംഘർഷങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും നാടിനെ നയിക്കാൻ ആണ് സഹായിക്കുന്നതെങ്കിൽ അതിനെ ചെറുത്ത് തോൽപ്പിച്ചേ മതിയാ. മറ്റൊരു മാറാടുണ്ടാകരുത് എന്ന് നാം ആഗ്രഹിക്കുന്നത് എല്ലാ വർഗീയ കലാപങ്ങളും സങ്കല്പിക്കാനാവാത്തത്ര കണ്ണുനീരും ചോരയും ദുരിതങ്ങളുമാണ് ഈ നാടിന് സമ്മാനിച്ചിട്ടുള്ളത് എന്ന ചരിത്രാനുഭവങ്ങളാണ്. ഒരു ഘട്ടത്തിൽ ബോംബെയിലെ JK ആശുപത്രിയുടെ മോർച്ചറിക്ക് മുമ്പിൽ മനുഷ്യന്റെ ശവശരീരങ്ങൾ കുന്നുപോലെ കൂടിയ ഒരു കാഴ്ച കണ്ട് രാഷ്ട്രം പുറങ്ങലിച്ചു കൊണ്ടിട്ടുണ്ട്. സൂറത്തിന്റെ വെറുവിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെട്ടുപോയി എന്ന കാരണം കൊണ്ട് കൂട്ടമാനഭംഗത്തിനിരയാക്കപ്പെട്ട നമ്മുടെ എണ്ണിയാളുടെ സഹോദരിമാരുടെ പുറകെ വർഗീയ ഭ്രാന്തന്മാർ താഞ്ഞെടുക്കുന്ന കാഴ്ച കണ്ട് ഈ രാഷ്ട്രം നടുങ്ങി നിന്നിട്ടുണ്ട്. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഇന്ത്യയുടെ ജനപഥങ്ങളിലൂടെ, ആ ജനപഥങ്ങളിലെ അഴുക്കുചാലുകളിലൂടെ നിരപരാധികളുടെ ജ്ഞാനം കണക്കിന് രക്തം ഒഴുകിപ്പറക്കുന്നതിന് ഈ രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. രാഷ്ട്രപിതാവിന് ജന്മം നൽകിയ മണ്ണ പോർബന്തറിന്റെ മണ്ണിൽ അഹമ്മദാബാദിൽ പൂർണ്ണ ഗർഭിണിയുടെ വയറ് കുത്തിപ്പിളർന്ന ഗർഭസ്ഥ ശിശുവിനെ തൃശൂരത്തിൽ കോച്ചെടുത്ത് ആഭാസകരമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് നടന്നു നീങ്ങുന്ന വർഗീയവാദികളുടെ അരാജക സംഘങ്ങളെ കണ്ട് ഈ നാട് നടുങ്ങി വിറച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രത്തിന്റെ അരനൂറ്റാണ്ടുകാലത്തെ ചരിത്രത്തിനിടയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത എല്ലാ ദുരനുഭവങ്ങൾക്കും കരള് പിളർക്കുന്ന ക്രൂരമായ നൃശംസതയുടെ അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ഇനി ആവർത്തിച്ചുകൂടാ. ഇനി ഇത്തരത്തിലുള്ള വർഗീയ കലാപങ്ങളുടെ, സംഘർഷങ്ങളുടെ, സ്ഫോടനങ്ങളുടെ, കണ്ണീരും ചോരയും കൂടിപ്പടയുന്ന ദുരനുഭവങ്ങൾക്ക് ഈ നാട് സാക്ഷ്യം വഹിച്ചുകൂടാ. നമുക്ക് മാനവികതയുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാനാവണം. മാനവികത എന്ന വാക്കിന്റെ അർത്ഥം ലോകത്തിലെ എല്ലാ മനുഷ്യരും സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ് പങ്കുവെക്കുന്നത്. അതാണ് മാനവികത. ഹ്യൂമനിസം എന്ന് പറഞ്ഞത് ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയം മാനവികതയാണ്. ഒറ്റ വാക്കുകൊണ്ട് അടയാളപ്പെടുത്തിയാൽ ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയം മാനവികതയാണ്. ആ മാനവികതയിൽ ഒരു ഭീകരതയ്ക്കും ഇടമില്ല, ഒരു വർഗീയതയ്ക്കും ഇടമില്ല. എല്ലാ മനുഷ്യരും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന, അവരുടെ വിശപ്പിനെ സ്വന്തം വിശപ്പായി തിരിച്ചറിയുന്ന, ലോകത്തിനാകെ സുഖമുണ്ടാകണമെന്ന് ഉള്ളിരുകി ആഗ്രഹിക്കുന്ന, ലോകഭൂപടങ്ങളിൽ എവിടെയെങ്കിലും വ്യക്തിപരമായി ഒരു പരിചയവുമില്ലാത്തവനെങ്കിലും, ഒരു വാക്ക് ഉരിയാടിയിട്ടില്ലെങ്കിലും, ഒരു നോക്കുപോലും കണ്ടിട്ടില്ലെങ്കിലും, ഏതെങ്കിലും അജ്ഞാതനായ ഒരു മനുഷ്യന്റെ വിലാപമുയരുമ്പോ അറിയാതെ കൺകോണിൽ ഒരു തുള്ളി ബാഷ്പബിന്ദുണ്ടാകുന്നുവെങ്കിൽ അതിന്റെ പേരാണ് മാനവികത. ആ മാനവികത ഉള്ളതുകൊണ്ടാണ് അമേരിക്കയുടെ സൈനിക വിരോധത്തിന്റെ മുൻപിൽ ഇറാഖ് എന്ന് പറയുന്ന കൊച്ചു രാജ്യം പൊറുതി മുട്ടിയപ്പോൾ ജീവൻ രക്ഷാ മരുന്നുകൾ കിട്ടാതെ 5 ലക്ഷം വരുന്ന കുട്ടികൾ ഇറാഖിൽ പിടഞ്ഞു മരിച്ചപ്പോൾ ആ
വേദനയെ ഏറ്റെടുക്കാനും ജീവിതത്തിൽ ഒരിക്കൽ പോലും നാം കടന്നുപോയിട്ടില്ലാത്തൊരു ഭൂവിഭാഗമാണ് ഇറാഖെങ്കിലും അവിടുത്തെ മനുഷ്യർ നമുക്ക് അജ്ഞാതരെങ്കിലും ഈ രാമനാട്ടുകരയിലും കോഴിക്കോട്ടും കൊണ്ടോട്ടിയിലും ഇന്ത്യയിലെമ്പാടും ആശുപത്രികളും മെഡിക്കൽ സ്റ്റോറുകളും കയറിയിറങ്ങി ജീവൻ രക്ഷാ മരുന്നുകൾ ശേഖരിച്ച് ഇറാഖിന്റെ മണ്ണിൽ എത്തിച്ചുകൊടുത്ത് പൊരുതുന്ന ജനത ചൈത്യദാർഢ്യമായി നിസ്സഹായരായി മരിക്കുന്ന മരണത്തിനു വേണ്ടി മാത്രമുള്ള പുറവികൾ നടക്കുന്ന നാടായ ഇറാഖിന്റെ ജാതകം തിരുത്തിയെഴുതാൻ ഒരു ചെറിയ സഹായമെങ്കിൽ ചെറുത് ചെയ്യാൻ ഡിവൈഎഫ്ഐയെ പ്രേരിപ്പിച്ചതുകൊണ്ടാണ്. ആ സമയത്ത് ഇറാഖികൾ അനുഭവിക്കട്ടെ എന്ന് നമ്മൾ ചിന്തിച്ചില്ല. എന്തുകൊണ്ട്? വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ച ഒരു രാജ്യമാണ് ഇറാഖ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിണിയാളായിരുന്ന ഘട്ടത്തിൽ സദ്ദാം ഹുസൈൻ ഇറാഖിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നിരോധിച്ചു. നേതാക്കന്മാരെ വേട്ടയാടി തുറങ്കിലടച്ചു, മൃഗീയമായി കൊന്നൊടുക്കി. അങ്ങനെ സാമ്രാജ്യത്വത്താൽ പ്രചോദിതമായ സദ്ദാം ഹുസൈന്റെ ആക്രമണങ്ങളെ നിസ്സഹായമായി നേരിടേണ്ടി വന്ന, ആഴത്തിൽ മുറിവേൽപ്പിക്കപ്പെട്ട, ആയിരങ്ങൾ കൊന്നൊടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ചരിത്രമെന്ന് ഇറാഖിന്. എന്നാൽ പിന്നീട് ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രത്തിന്റെ കാലഘട്ടത്തിന്റെ സന്ദേശം സ്വീകരിക്കാൻ സദ്ദാം ഹുസൈൻ തയ്യാറായപ്പോൾ അമേരിക്ക ശത്രുവായിട്ട് മാറി. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ആ സമയത്ത് സദ്ദാം ഹുസൈന്റെ ഭൂതകാലം പറഞ്ഞു പോവുകയല്ല നമ്മൾ ചെയ്തത്. ഇറാഖിന്റെ മണ്ണിൽ മരിച്ചു വീഴുന്ന കുട്ടിയുടെ മുഖച്ഛായ സ്വന്തം സഹോദരന്റെ മുഖച്ഛായയെ തിരിച്ചറിയാൻ നമുക്കായി. അതാണ് പ്രത്യേകത. ആ സമയത്ത് അമേരിക്കയുടെ പോർവിമാനങ്ങളിൽ നിന്നുള്ള മാരകമായ 5 വർഷത്തിൽപ്പെട്ട് സിവിലിയന്മാർ കൊല ചെയ്യപ്പെട്ടപ്പോ 2 കൈകളും മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു നീക്കപ്പെട്ട അലി ഇസ്മയിൽ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ചിത്രം ടെലിവിഷൻ സ്ക്രീനിൽ വന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നിസ്സഹായനായി കരയുന്ന ഒരു കുഞ്ഞിന്റെ ചിത്രം. തന്റെ കുഞ്ഞിന്റെ ദുർവിധിയിൽ മനം നൊന്ത് തലയിൽ കൈവച്ച് കഴിയുന്ന ഒരു ഉമ്മയുടെ കണ്ണുനീരിന്റെ ചിത്രം. ആ ചിത്രം കാണുമ്പോൾ നമ്മളറിയാതെ അലി ഇസ്മയിൽ എന്ന അപരിചിതനായ കുഞ്ഞിന്റെ സ്വന്തം അനിയന്റെ മുഖച്ഛായ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, സ്വന്തം കുഞ്ഞിന്റെ മുഖച്ഛായ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, ആ വിലാപങ്ങളൊക്കെയും പുറപ്പെടുന്നത് സ്വന്തം വീടിനകത്തു നിന്നാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അതാണ് മാനവികത. ആ മാനവികതയാണ് ഡിവൈഎഫ്ഐ രാഷ്ട്രീയമായി സ്വീകരിച്ചിട്ടുള്ളത്. ആ മാനവികതയ്ക്ക് സ്വപ്നം കാണാനാവുക അവരന്റെ വാക്കുകൾ പോലും സംഗീതമായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു നാളെയാണ്. വേർതിരിവുകളില്ലാത്ത, അതിർവരമ്പുകളില്ലാത്ത, എല്ലാ മതിലുകളും ഇടിഞ്ഞു തീരുന്ന, എല്ലാ അതിർവരമ്പുകളും അപ്രസക്തമാകുന്ന, ഏകോദര സഹോദരങ്ങളെപ്പോലെ സൗഭാത്രത്വത്തോടെ ഒരു ജനത ജീവിക്കുന്ന, 3 ഭൂക്കൾ വിടരുന്ന ഒരു കാലത്തെയാണ് നമുക്ക് സ്വപ്നം കാണാനാവുക. പാബ്ലോ നെരൂദ എന്ന ലാറ്റിൻ അമേരിക്കയിലെ മഹാനായ കവി, സാഹിത്യത്തിലുള്ള നോബൽ സമ്മാനം ഏറ്റുവാങ്ങാൻ അവസരം കിട്ടിയ കവി, ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി ചേർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി ചേർന്നപ്പോൾ തന്നിലുണ്ടായ മാനസികമായ മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം ഒരു കവിത എഴുതുകയുണ്ടായി. ആ കവിതയുടെ പേര് എന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് എന്നാണ്. ആ കവിത ആരംഭിക്കുന്നത് അപരിചിതരായ മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ്. നീ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായപ്പോ അയാളിലുണ്ടായ മാനസികമായ മാറ്റം എന്താണ്? ആ മാറ്റം അപരിചിതരായ മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന മനുഷ്യർ, അത് യൂറോപ്പിലാകാം, അമേരിക്കയിലാകാം, ആഫ്രിക്കയിലാകാം, ഏഷ്യയിലാകാം, ഏത് വിദൂര കോണിലുമാകാം, അവിടങ്ങളിലാകെ ചിതറിക്കിടക്കുന്ന 100 കോടി വരുന്ന അപരിചിതർ, അജ്ഞാതർ, അങ്ങനെയുള്ള മനുഷ്യർ. ആ മനുഷ്യരുമായി എനിക്ക് സാഹോദര്യം നൽകിയെന്നാണ്. സ്വന്തം സഹോദരങ്ങളാണ് ഈ ലോകമെമ്പാടുമുള്ള മനുഷ്യർ എന്ന മനോഭാവം നീ എനിക്ക് തന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എനിക്ക് തന്നു. അതാണ് കവിതയുടെ ആദ്യം. മറ്റുള്ളവരുടെ വിജയങ്ങളിൽ എന്റെ ദുഃഖങ്ങൾക്ക് ധരിച്ചു പോകാൻ കഴിയുന്നത് എങ്ങനെ എന്ന് നീ എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ അയൽവക്കക്കാരന്റെ ഒരു വിജയമുണ്ടാകുമ്പോൾ, സുഹൃത്തിനൊരാഹ്ലാദമുണ്ടാകുമ്പോൾ, ആ ആഹ്ലാദം, അയൽവക്കക്കാരന്റെ വിജയം, ആ നേട്ടം, ആ സന്തോഷം, അത് കേട്ടപ്പോൾ വ്യക്തിപരമായ ദുഃഖങ്ങളൊക്കെയും മരിച്ചുപോയി. വ്യക്തിപരമായ ദുഃഖങ്ങളൊക്കെയും ഒലിച്ചുപോയി, ഇല്ലാതെ പോയി. അതാണ് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറാൻ നമുക്കാകുമോ? അങ്ങനെ ഒരു മാനസികാവസ്ഥ പാബ്ലോ നെരൂദയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി ചേർന്നപ്പോൾ ഉണ്ടായി എന്നാണ് എന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് എന്ന കവിതയിൽ അദ്ദേഹം പരാമർശിച്ചത്. അതാണ് മാനവികതയുടെ രാഷ്ട്രീയം. ഇടതുപക്ഷ രാഷ്ട്രീയമെന്നാൽ, സോഷ്യലിസ്റ്റ് ആശയമെന്നാൽ, കമ്മ്യൂണിസ്റ്റ് ആശയമെന്നാൽ, ഹ്യൂമനിസ്റ്റ് ആശയമെന്നാൽ നിങ്ങളെ സ്വതന്ത്രരാക്കുകയാണ്.
നിങ്ങളുടെ ഇത്തിരിവട്ടങ്ങളിൽ നിന്ന്, സങ്കുചിതമായ വൃത്തങ്ങളിൽ നിന്ന് വിശാലമായ ഒരു ലോകത്തിലേക്ക് നമ്മളെ പ്രതിഷ്ഠിക്കുകയാണ്. മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളിൽ വ്യാപൃതനായി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെ എന്ന് ഈ ആശയം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. 15 വയസ്സുള്ളപ്പോ കാറൽ മാർക്സിന്റെ ക്ലാസ്സിലെ അധ്യാപിക കുട്ടികളോട് പറഞ്ഞതത്രേ, നിങ്ങൾക്ക് ഭാവിയിൽ ആരാകണം എന്ന് എഴുതുക. ആ ചോദ്യത്തിന് കാറൽ മാർക്സ് എഴുതിയ ഉത്തരം ഡോക്ടറാകണമെന്നല്ല, എഞ്ചിനീയർ ആകണമെന്നല്ല, മഹാപ്രശസ്തനോ പ്രബുദ്ധയോ ആകണമെന്നല്ല. അദ്ദേഹം എഴുതിയത് എനിക്ക് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനാകണം എന്നാണ്. പിൽക്കാലത്ത് മാർക്സ് വിശദീകരിച്ചു. ആരാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ? ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യനാണോ? അല്ല. തന്റെ സമ്പത്ത് എപ്പോഴാണ് നഷ്ടപ്പെടുക എന്ന് ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആഹ്ലാദവാനാകാനാവില്ല. പിന്നെ ആരാണ്? ഏറ്റവും പ്രശസ്തനായ മനുഷ്യനാണോ? അല്ല, ആകാനിടയില്ല. തന്റെ പ്രശസ്തിക്ക് എപ്പോഴാണ് മങ്ങലേൽക്കുക എന്ന് ആകുലചിത്തനായിരിക്കാനാണ് സാധ്യത. പിന്നെ ആർക്കാണ് ഏറ്റവും വലിയ ആഹ്ലാദമുണ്ടാവുക? അതിന് മാർക്സ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ആഹ്ലാദമുണ്ടാവുക, ലോകത്തിലെ ഏറ്റവും വലിയ ആഹ്ലാദത്തെ സ്വായത്തമാക്കാനാവുക മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ കഴിയുമ്പോഴാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുമ്പോഴാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനാകുമ്പോഴാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ, പ്രവർത്തിക്കാൻ, സമർപ്പിത ജീവിതം നയിക്കാൻ, അങ്ങനെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് ഏറ്റവും വലിയ ആഘാതം അനുഭവിക്കാനാവുക എന്നെഴുതിയത് 15 വയസ്സുള്ളപ്പോൾ കാറൽ മാർക്സ് ആയിരുന്നു. അതും മാനവികതയുടെ ഒരു സന്ദേശമാണ്, മാനവികതയുടെ ഒരു അടയാളമാണ്. നമുക്ക് ഈ കാലഘട്ടത്തിലെ മനുഷ്യരാകാൻ കഴിയണമെങ്കിൽ നമുക്ക് എല്ലാ സങ്കുചിതമായ വൃത്തങ്ങളെയും ഭേദിക്കാനാവണം. നമ്മളെ വർഗീയവാദിയാക്കാൻ, നമ്മളെ ഭീകരവാദിയാക്കാൻ, മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന മാനസികാവസ്ഥയുള്ളവനാക്കാൻ, മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ ആയുധമെടുക്കാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ ആശയങ്ങളോടും എല്ലാ ശക്തികളോടും വ്യക്തികളോടും നിയതമായ ദൂരം പാലിച്ച് മാനവികതയുടെ ആശയത്തെ ആകാശത്തിന്റെ അപാരതകളിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുമ്പോഴാണ് ഈ കാലഘട്ടത്തിന് മനുഷ്യരായി മാറാൻ നമുക്കാവുക. നമുക്ക് ആവർത്തിച്ചുറപ്പിക്കാനാവണം. ജാതിയുടെ, മതത്തിന്റെ, സമുദായത്തിന്റെ മറ്റെന്ത് സങ്കുചിത വികാരത്തിന്റെ പേരിലും കൊല്ലാനും മരിക്കാനും മടിയില്ലാത്ത ഒരാൾ നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മറ്റേത് പദം കൊണ്ട് വിശേഷിപ്പിക്കാനായാലും മനുഷ്യനെന്ന പദത്തിന് അയാൾ അർഹനല്ല. അത് മാഷായാലും ടീച്ചറായാലും ആരായാലും ആ പദം കൊണ്ട് വിശേഷിപ്പിക്കാൻ അർഹനല്ല എന്ന തിരിച്ചറിവാണ് ഈ കാലഘട്ടത്തിലെ ജനാധിപത്യത്തിന്റെ തിരിച്ചറിവ്, മതേതരത്വത്തിന്റെ തിരിച്ചറിവ്. ഒരിക്കലും ഇനിയൊരിക്കലും നമ്മുടെ നാട്ടിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മളിൽ പ്രാണന്റെ അംശം അവശേഷിക്കുന്ന കാലത്തോളം ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ എന്റെ നാട്ടിൽ ഒരാളും രക്തം ചിന്തി മരിച്ചു വീഴില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കാനാകുമ്പോഴാണ് മാനവികതയുടെ രാഷ്ട്രീയം അർത്ഥപൂർണമായി മാറുക. മാനവികതയുടെ ആശയങ്ങളെ അർത്ഥപൂർണമാക്കി മാറ്റാൻ നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകൾക്കും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സാധിക്കും എന്ന ശുഭപ്രതീക്ഷ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാനും വലിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.